ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങുന്നതോടെ സമസ്ത മേഖലകളിലും വിലവർധനയാകും മലയാളികളെ കാത്തിരിക്കുന്നത്. മദ്യത്തിനും ഇന്ധനത്തിനും വില കൂടും. ഭൂമിയുടെ ന്യായവിലയിലും വർധനവുണ്ടാകും. ഇതോടെ കുടുംബ ബജറ്റുകൾ താളം തെറ്റുമെന്ന് ഉറപ്പാണ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ ഇങ്ങനെ: മദ്യത്തിനും ഇന്ധനത്തിനും ബജറ്റിൽ പ്രഖ്യാപിച്ച സെസ് ഈടാക്കി തുടങ്ങും. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 20 രൂപയുമാണ് സെസ്. പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കും. മദ്യ സെസ് വഴി 400 കോടിയും ഇന്ധന സെസ് വഴി 750 കോടിയും ഫണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ടിലേക്കാണ് സെസ് തുക പോകുന്നത്. ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയവയും വർദ്ധിക്കും. ന്യായവില 20% വർദ്ധിക്കുക. പണയാധാരം രജിസ്ട്രേഷൻ, ഒഴിവുകുറികൾക്കും 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. വസ്തുനികുതി 5% വർദ്ധിക്കും. വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി തീരുവയിൽ 5% വർധന. ഇരുചക്രവാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി 2% കൂടും. 2000 മുതൽ 4000 രൂപ വരെയാകും വില വർധന. 5 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 1% നികുതി വർധന. 5 മുതൽ 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി കൂടും. 15 മുതൽ 20 ലക്ഷം രൂപ വരെയും 20 മുതൽ 30 ലക്ഷം രൂപ വരെയും വിലയുള്ള വാഹനങ്ങൾക്ക് 1% നികുതി കൂടും. ഇതിലൂടെ 432 കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് സാധാരണക്കാർ പുറത്തു കടക്കും മുമ്പാണ് ഇന്ധന വില വർധനവ് നാളെ മുതൽ നിലവിൽ വരുന്നത്. ഇതോടെ എരിതീയിൽ നിന്ന് വറചട്ടിയിൽ വീണ അവസ്ഥയിലാകും മലയാളികൾ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.